ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ അനുഗ്രഹീതമായ ഒരു ബൈബിൾ സ്റ്റഡിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് ആയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ബൈബിൾ സ്റ്റഡിയുടെ ഉദ്ദേശത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഈ ബൈബിൾ സ്റ്റഡിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പ്രാപിച്ച മനുഷ്യരാക്കി മാറ്റുക എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ചു, രക്ഷിക്കപ്പെട്ടു, ദൈവമക്കളായി തീർന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് താൻ വിശ്വസിച്ച കാര്യത്തെക്കുറിച്ചുള്ള ചില നിശ്ചയങ്ങൾ ദൈവവചനം നൽകുന്നുണ്ട്. അവന് ദൈവവചനം നൽകുന്ന അത്തരം നിശ്ചയത്തിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുചെല്ലുവാൻ ഉള്ള ഒരു സഹായമാണ് ഈ ബൈബിൾ സ്റ്റഡി നമുക്ക് നൽകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു. മാത്രമല്ല, ആ ബൈബിൾ സ്റ്റഡിയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ രണ്ട് പദങ്ങൾ പ്രധാനമായിട്ട് ചിന്തിച്ചു. ഒന്ന്, സ്വർഗീയമായതിന്റെ നിഴലാണിത്. രണ്ടാമത്തെ വാക്ക് അതൊരു പ്രതിബിംബമാണ്. ഈ രണ്ട് വാക്കിൽ പഴയ നിയമത്തിലെ സമാഗമന കൂടാരത്തെ കുറിച്ച് നാം ചിന്തിക്കുന്നുവെങ്കിലും അതൊരു നിഴലാണ്. നിഴലുണ്ടെങ്കിൽ അതിനൊരു പൊരുളുണ്ട്. രണ്ട്, അതൊരു പ്രതിബിംബമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ വാസ്തവമായ മറ്റൊന്ന്. നമ്മൾ അതിനെക്കുറിച്ച് കണ്ടു. വാസ്തവമായത് സ്വർഗീയമാണ് എന്ന് കണ്ടു. ആ സ്വർഗീയമായതിൽ മാറ്റമില്ല, മാറ്റങ്ങളില്ല. അങ്ങനെ മാറ്റമില്ലാത്ത സ്വർഗീയമായ ആലയത്തിന്റെ ഒരു പതിപ്പാണ് മോശയ്ക്ക് പർവ്വതത്തിൽ വെച്ച് ദൈവം കാണിച്ചു കൊടുത്തത് എന്ന് നമ്മൾ കണ്ടു. പ്രിയപ്പെട്ടവരെ, ആ വ്യക്തത ഈ സമാഗമന കൂടാരത്തിന്റെ പഠനത്തിൽ നമ്മെ സഹായിക്കുന്ന നാലുകൂട്ടം കാര്യങ്ങൾ നമ്മൾ അവിടെ ചിന്തിച്ചു. ഒന്ന്, സമാഗമന കൂടാരത്തിന്റെ പഠനം വളരെ കൃത്യത ഉള്ളതാണ് എന്ന് നമ്മൾ കണ്ടു. രണ്ടാമത് നമ്മൾ കണ്ടത്, ഇതിന് വിശാലമായ പ്രകാശനം തരാൻ ഉള്ള കഴിവുണ്ട്. എന്ന് പറഞ്ഞാൽ നാം കാണുന്ന വീക്ഷണത്തിനപ്പുറത്ത് പ്രാവചനികവും മാർമികവുമായ വിശാല അറിവുകൾ ഈ കൂടാരം മനുഷ്യനെ പങ്കുവെക്കുന്നുണ്ട്, നൽകുന്നുണ്ട്. അപ്പോൾ ഈ കൂടാരം വെറും ഒരു ആലയമെന്ന് ഇതിനെ പറയാൻ പറ്റത്തില്ല. ഇത് മനുഷ്യരോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ഒരു സന്ദേശ ഒരു ആലയമാണ്. എങ്ങനെ ഈ ആലയം മനുഷ്യരോട് സംവദിക്കാൻ ആഗ്രഹിച്ചോ അതുപോലെ തന്നെയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് സ്വർഗീയമായ കാര്യങ്ങളെ കുറിച്ച് നമ്മളോട് സംവദിച്ചത്. കർത്താവ് പറഞ്ഞു, ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, പിന്നെ സ്വർഗീയമായെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? അപ്പോൾ ഈ കൂടാരത്തിന് വിശാലമായ വീക്ഷണങ്ങളുണ്ട്. അത് തരുന്ന പ്രകാശനങ്ങൾ വളരെ ആഴമായതാണ് എന്ന് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കും എന്ന് നമ്മൾ ടൈറ്റിലിൽ പറഞ്ഞു. മറ്റൊരു കാര്യം, അത് വളരെ വിലയേറിയതാണ്. ഇതിന് വലിയ വില കൊടുക്കേണ്ടതും ആയിട്ടാണ്. ഈ ആലയത്തിലെ യാഗങ്ങളെല്ലാം ഈ ആലയത്തിൽ നടക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ശുശ്രൂഷ എന്താണെന്ന് ചോദിച്ചാൽ അത് സാക്രിഫൈസ് ആണ്. എന്ന് പറഞ്ഞാൽ യാഗമാണ്. അവിടെ കൊടുക്കേണ്ടിയ വില എന്താണ്? ജീവനാണ്. നിങ്ങൾ കണ്ടോ, ഈ ആലയ സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ ഈ ആലയം വിളിച്ചു പറയുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. ജീവൻ വില അർപ്പിക്കുന്ന ഒരു മുഴുവൻ ജീവന്റെ വിലയാണ് ഈ ആലയത്തിന്റെ സന്ദേശം. ആരോ ഒരാൾ വലിയൊരു വില കൊടുത്തെങ്കിൽ മാത്രമേ ഈ ആലയത്തിലെ ശുശ്രൂഷകൾക്ക് പര്യസമാപ്തി വരികയുള്ളൂ. നമുക്കറിയാം, ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലമതിക്കാൻ ഇസ്രായേൽ മക്കൾക്ക് ലോകത്തിൽ ആർക്കും വിലമതിക്കാൻ കഴിയാത്തവനായ ദൈവകുഞ്ഞാടിന്റെ വിലയേറിയ രക്തം ചൊരിയപ്പെടുന്നതിന്റെ സന്ദേശമാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇത് വിലയേറിയതാണ്, വില കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ആലയത്തിൽ ഈ സമാഗമന കൂടാരത്തെ കുറിച്ചുള്ള പഠനം നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ വിലയേറിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കും. രണ്ട്, ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് എങ്ങനെ വില കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ പഠിക്കും.
അത് എക്സ്പെൻസീവ് എന്ന് നമ്മൾ കണ്ടു. നാലാമത്തെ ഒരു കാര്യം നമ്മൾ അവസാനമായി പറഞ്ഞത്, ഇത് ഭാവപൂർണമായ പ്രകടനങ്ങൾ പ്രകടമാക്കുന്ന ഒരു ആലയമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു കൂടാരമാണ്. ദൈവത്തെ തന്നെ പ്രകടിപ്പിക്കുന്നു. മാത്രമല്ല, ഈ ആലയത്തോടുള്ള ബന്ധത്തിൽ വളരെ ഭവ്യതയോടും ഭയത്തോടും കൂടെ അല്ലാതെ ആർക്കും അടുക്കുവാൻ കഴിയുന്നില്ല. അതിന് കാരണം എന്താണ്? അവിടെ രണ്ട് ദൈവത്തിന്റെ ഭാവങ്ങൾ ഈ ആലയം വെളിപ്പെടുത്തിയതായിട്ട് നമുക്ക് രേഖകൾ ഉണ്ട്. ഒന്ന്, ദൈവത്തിന്റെ മഹത്വം ഷെഖന, ദൈവത്തിന്റെ ഗ്ലോറി അതിന്റെ നടുവിൽ ഇറങ്ങി വന്നു. എപ്പോഴൊക്കെ അവർ പ്രാർത്ഥിച്ചോ, എപ്പോഴൊക്കെ അവർ നിലവിളിച്ചോ, ആലയത്തിൽ വന്ന് ദൈവമുഖം അന്വേഷിക്കുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഫേവറായിട്ട് ദൈവത്തിന്റെ ഗ്ലോറി അവർ അവിടെ കണ്ടു. This is a symbol of his glory. ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഒരു പ്രതീകമാണ് ഈ ആലയം. ശലോമോന്റെ പ്രാർത്ഥന പോലും നമുക്കറിയാം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ മറ്റൊരു കാര്യവും കൂടെ ഈ ആലയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുവാണ്? ദൈവത്തിന്റെ കോപം അഥവാ ന്യായവിധി. ദൈവത്തിന്റെ വ്യവസ്ഥ വിട്ട് ആരെങ്കിലും ഈ ആലയത്തോട് ബിഹേവ് ചെയ്താൽ, നമുക്കറിയാം ആലയത്തിൽ മരിച്ചു വീണ മഹാപുരോഹിതന്മാരുടെ സംഭവം നമുക്കറിയാം. ആ പെട്ടകത്തെ ഉസൈ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, ദാവീദ് ആ പെട്ടകത്തെ ഫെലിസ്ത്യരുടെ ദേശത്ത് നിന്ന് മടക്കിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ ദാവീദിന്റെ ന്യായപ്രമാണവും അതിന്റെ വിധികളൊന്നും കാര്യമായിട്ട് ഇതെങ്ങനെ കൊണ്ടുവരണമെന്നുള്ള ലേവ്യ പൗരോഹിത്യത്തിന്റെ ക്രമങ്ങളൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ല. അദ്ദേഹം സൗകര്യാർത്ഥം രാജാവല്ലേ, ഇരിക്കട്ടെ, നല്ലൊരു കാളവണ്ടിപ്പുറത്ത് തന്നെ ഇതിനെ കൊണ്ടുവന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു കാളവണ്ടിയിൽ തന്നെ ഈ പെട്ടകത്തെ കൊണ്ടുവന്നു. വരുന്ന വഴിയിൽ ഇന്നത്തെ പോലെ ആധുനിക റോഡുകളല്ലാഞ്ഞത് കൊണ്ട് കല്ലിലും കുഴിയിലും വീണും ഒക്കെ പോരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, എവിടെയോ ഒരു കല്ലിലോ കുഴിയിലോ വീണപ്പോൾ ഈ കാളവണ്ടി ഒന്ന് ചരിഞ്ഞപ്പോൾ പെട്ടകം എന്ത് ചെയ്തു? താഴേക്ക് വീഴത്തക്കവണ്ണം ഒന്ന് ചരിഞ്ഞു. ഉടനെ യൂസൈ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം വലിയ പാപം ചെയ്ത ആളൊന്നുമല്ല, പക്ഷേ വ്യവസ്ഥ ലംഘിച്ച് ഇതിനെ ആരും മലിനമായോ അശുദ്ധമായോ അല്ലെങ്കിൽ നിയമിച്ചിരിക്കുന്ന പുരോഹിതന്മാർ തോളിൽ ചുമക്കാൻ ക്രമപ്രകാരം നിയോഗിക്കപ്പെട്ടവർക്കല്ലാതെ ഈ കാര്യത്തിൽ ഓഹരിയില്ലാത്ത ഒരാൾ ഇതിൽ തൊട്ടാൽ, ഈ ശുശ്രൂഷയിൽ തൊട്ടാൽ അവൻ മരണം എന്നുള്ളത് ആരും വിധിക്കേണ്ടി വരികയില്ല. അന്നേരം തന്നെ ന്യായവിധി പ്രത്യക്ഷമാകും. പുതിയ നിയമത്തിൽ നമുക്കറിയാം ചില ന്യായവിധികൾ ഉടനുടൻ നടന്ന സംഭവങ്ങൾ അറിയാം. അപ്പൊ ഇവിടെ നമ്മളെ വിളിച്ചറിയിക്കുന്ന ഒരു കാര്യം, ഒരു ഭാഗത്ത് ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ അനുകൂലത, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ വെളിപ്പെടുത്തുമ്പോൾ, മറുഭാഗത്ത് വ്യവസ്ഥ കൂടാതെയുള്ള മനുഷ്യർക്ക് ദൈവത്തിന്റെ ന്യായവിധിയും ഈ പെട്ടകം അല്ലെങ്കിൽ ഈ സമാഗമന കൂടാരം നമ്മളെ പഠിപ്പിക്കുന്നു. സോ നമ്മൾ ഈ വരുന്ന സമയങ്ങളിൽ ഈ എക്സാക്ട്നെസ്, എക്സ്റ്റൻസീവ്, അതുപോലെ തന്നെ എക്സ്പെൻസീവ്, പിന്നെ എക്സ്പ്രസീവ് എന്നുള്ള ടൈറ്റിലിൽ നമ്മൾ ഈ ആലയത്തിന്റെ പഠനത്തെക്കുറിച്ച് അല്പം നമ്മൾ ചിന്തിക്കും. എന്നാൽ ഇന്ന് രണ്ടാമത്തെ ദിവസത്തെ ഈ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് പറഞ്ഞിരുന്നു, നമ്മളുടെ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം നമുക്ക് ലഭിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ പഠനത്തിന്റെ ലക്ഷ്യം എന്നത്. പിന്നെ ഈ പഠനത്തെ കുറിച്ചുള്ള ഒരു ഏകദേശ ആമുഖ രൂപം ഞാൻ നിങ്ങൾക്ക് തന്നു. ഇപ്പോൾ നമ്മൾ ആ പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ പഠനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ എഞ്ചിനീയറിംഗിലൊക്കെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ആദ്യം സേഫ്റ്റി പ്രിക്കോഷൻസ് പഠിപ്പിക്കുക. കാരണം എന്താണെന്നറിയാം, ഇത് മുൻപോട്ട് പോകുമ്പോൾ ഇവർക്ക് ആപത്തൊന്നും വരരുത് എന്നുള്ളത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഈ സമാഗമന കൂടാരവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സന്ദേശങ്ങൾ നമ്മളിൽ എന്താണ് ചെയ്യുന്നത്? പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം ഒരു കൂട്ടം ജനത്തെ വിളിച്ചിട്ട്
അവരെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവം സ്വർഗത്തിലെ മാതൃകകൾ കാണിച്ചു കൊടുത്തു. എന്നാൽ സ്വർഗത്തിലെ മാതൃകകൾ കാണിച്ചു കൊടുത്ത ആ ജനം സ്വർഗത്തിന്റെ നിഴലായതിൽ സ്വർഗീയമായിട്ട് ജീവിക്കാനും സ്വർഗീയമായിട്ട് ശുശ്രൂഷിക്കുവാനും ദൈവരെ ആക്കി വെച്ചെങ്കിലും പലപ്പോഴും അവർ പരാജിതരായി. എസ്രാ ശാസ്ത്രിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, അവിടെ ദാനിയേലിന്റെ പുസ്തകത്തിലും ഒക്കെ നമുക്കറിയാം, അവിടെ എസ്രാ ശാസ്ത്രി പറയുന്ന ഒരു പദമുണ്ട്. എസ്രായുടെ പുസ്തകം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 11-12 വാക്യം. എസ്രാ ശാസ്ത്രിയുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 11-12 വചനങ്ങൾ. അവർ ഞങ്ങളോട് ഞങ്ങൾ സ്വർഗ്ഗത്തിനും ഭൂമിക്കും ദൈവമായിരിക്കുന്നവന്റെ ശുശ്രൂഷക്കാരാകുന്നു. ഏറിയ സദസ്സിന് മുമ്പേ ഞങ്ങൾ സ്വർഗ്ഗത്തിനും ഭൂമിക്കും ദൈവമായിരിക്കുന്നവന്റെ ശുശ്രൂഷക്കാരാകുന്നു. ഏറിയ സംവത്സരം മുമ്പേ പണിതിരുന്ന ആലയം ഞങ്ങൾ പണിയുന്നു. അത് ഇസ്രായേലിന്റെ ഒരു മഹാരാജാവ് പണിതതായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. എങ്കിലും ഞങ്ങളുടെ പിതാക്കന്മാർ സ്വർഗത്തിലെ ദൈവത്തെ കോപിപ്പിച്ചത് കൊണ്ട് അവൻ അവരെ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ എന്ന കൽദയന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ ഈ ആലയം നശിപ്പിച്ച് ജനത്തെ ബാബേലിലേക്ക് കൊണ്ടുപോയി. ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ ഫേവർ അതാണ് ഞങ്ങളെ ഈ ആലയം പണിയാൻ സഹായിച്ചത്. ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തെ കോപിപ്പിച്ചു. കാര്യമെന്താ? ഞങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ വിധികളും ചട്ടങ്ങളും അനുസരിച്ച് നടക്കണം. പ്രമാണ പുസ്തകത്തിൽ ഈ ജനത്തോട് ന്യായപ്രമാണം വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പ്രതിവേദിച്ചു പറഞ്ഞു, ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഈ പ്രമാണം അനുസരിച്ച് നടക്കും. അതവരുടെ ഉടമ്പടിയായിരുന്നു. എന്നാൽ ദൈവത്തോടുള്ള ഉടമ്പടി ലംഘിച്ചു. ഇന്നലെ അവരെ അടിമകളായിരുന്നു എന്നുള്ള ബോധമില്ലാതെ ഇന്ന് അവരെന്ത് ചെയ്തു? അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ദൈവത്തെ ത്യജിച്ച് ജീവിക്കാൻ ആരംഭിച്ചു. ഉടനെ ദൈവം എന്ത് ചെയ്തു? ഇത്ര പവിത്രമായ ദൈവത്തിന്റെ ആലയത്തെ അതിന്റെ നടുവിൽ നിന്ന് ദൈവം എടുത്ത് മാറ്റി. വായിക്കണം, ദൈവം തന്നെ അതിനെ നശിപ്പിച്ചു. മനുഷ്യൻ ദൈവത്തിന്റെ രക്ഷ അനുഭവിച്ചു. ദൈവത്തിന്റെ രക്ഷാകരമായ കാൽവരി ക്രൂശിന്റെ അനുഭവത്തിന്റെ അകത്തേക്ക് യേശുവിന്റെ രക്തത്തിലൂടെ പ്രവേശിച്ചു. അതിനുശേഷം അവൻ നടക്കേണ്ട പ്രമാണങ്ങൾ, അതിനുശേഷം അവൻ ജീവിക്കേണ്ട കൂട്ടായ്മ, അതിനുശേഷം അവൻ മാതൃക കാണിക്കേണ്ട ജീവിതം അവൻ ചെയ്യുന്നില്ലെങ്കിൽ ഒരു കാര്യം നാം ഓർത്തോണം, ദൈവത്തിന്റെ ഫേവർ ഇറങ്ങി വന്നതുപോലെ തന്നെ ദൈവത്തിന്റെ മനുഷ്യർ ദൈവത്തിന്റെ കോപവും കാണേണ്ടി വരും. നമ്മളെ പണിയുന്നതിന് പകരം ദൈവം നമ്മളെ പൊളിക്കുകയാണ്. എവിടെയെങ്കിലും ജീവിതത്തിൽ പൊളിയുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നീ മടങ്ങി വന്ന് നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ ദൈവം നിന്നെ പണിയുന്നവനായി. ഞാൻ പറയട്ടെ, ഈ ആലയം എന്തിനാ? നീ എത്ര മാത്രം തകർന്നാലും എത്ര പാപം ചെയ്താലും നിനക്ക് മടങ്ങി വരാനുള്ള സന്ദേശമാണ് ഈ ആലയം തരുന്നത്. ജീവിതത്തിൽ നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും യെശയ്യാ വിളിച്ചു പറയുന്നത്, നമുക്ക് തമ്മിലൊന്ന് വാദിക്കാം. ദൈവം പറയാണ്, നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. നിന്നെ ഞാൻ പണിഞ്ഞു ഉടഞ്ഞു പോയി. ഈ യെരമ്യാവ് പറഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നത്, ആ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിന്നോട് ചെയ്യാൻ കഴിയത്തില്ലയോ? ഞാൻ നിന്നെ വീണ്ടും ഒരു പാത്രമാക്കി പണിയും. അപ്പോൾ മടങ്ങി വരുവാനുള്ള ഇടമാണ് ഈ ആലയം. ഇസ്രായേലിനെ മടക്കി വരുത്തിയ സമയം നമുക്കറിയാം. കോരേശിന്റെ ഹൃദയത്തെ ദൈവം ഉണർത്തി. ജാതീയ രാജാവാ പറയുന്നത്. 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അതെ, എസ്രായുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ജാതീയ രാജാവ് പറയുന്ന ഒരു വാക്ക് നിങ്ങളുടെ മുൻപിൽ ഞാൻ തരികയാണ്. ഇപ്പൊ വായിച്ചതിന് തൊട്ടടുത്ത അധ്യായമാണ്.
കോരശ് രാജാവിന്റെ 1-ാം ആണ്ടിൽ കോരശ് രാജാവ് കൽപ്പന കൊടുത്തത് യെരൂശലേമിലെ ദേവാലയം യാഗം കഴിക്കുന്ന സ്ഥലമായി പണിയണം. യെരൂശലേമിലെ ദേവാലയം യാഗം കഴിക്കുന്ന സ്ഥലമായി പണിയണം. അതിന്റെ അടിസ്ഥാനങ്ങൾ ഉറപ്പായിട്ടിടണം. അതിന്റെ അടിസ്ഥാനങ്ങൾ എങ്ങനെ ഇടണമെന്നാ? ഉറപ്പായിട്ടിടണം. പലരുടെ ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങൾ ഉറപ്പുള്ളതല്ലാതെ വരുമ്പോൾ ഒരു ജാതീയ രാജാവ് പറയുകയാണ്, ഇനി ആലയത്തിന്റെ അടിസ്ഥാനം ഇനി ആരും പൊളിക്കാൻ ഇടവരുത്തരുത്, ഉറപ്പുള്ളതായി പണിയണം. ജാതീയ രാജാവ് പറയുന്നത്. എന്നിട്ട് അതിന് 60 മുഴം ഉയരവും 60 മുഴം വീതിയും ഉണ്ടായിരിക്കണം. വലിയ കല്ലുകൊണ്ട് 3 വരിയും പുതിയ ഉത്തരങ്ങൾ കൊണ്ട് 1 വരിയും ഉണ്ടായിരിക്കണം. ചെലവ് രാജാവിന്റെ ഭണ്ഡാരഗ്രഹത്തിൽ നിന്ന് കൊടുക്കണം. അതുകൂടാതെ നെബൂഖദ്നേസർ യെരൂശലേമിനെ ദേവാലയത്തിൽ നിന്ന് എടുത്ത് ബാബേലിലേക്ക് കൊണ്ടുവന്ന ദേവാലയം വക ഈ ദേവാലയം പണിയേണ്ടതിന് നിങ്ങൾ യഹൂദന്മാരുടെ മൂപ്പന്മാർക്ക് ചെയ്യേണ്ടതിനെ കുറിച്ച് ഞാൻ കൽപ്പിക്കുന്നത് എന്തെന്നാൽ, നദിക്കക്കരെ പിരിയുന്ന കരമായ രാജാവിന്റെ മുതലിൽ നിന്ന് ആ ആളുകൾക്ക് കാലതാമസം കൂടാതെ കൃത്യമായി ചെലവും കൊടുക്കേണ്ടതാകുന്നു. അവർ സ്വർഗത്തിലെ ദൈവത്തിന് സൗരഭ്യവാസനയായുള്ള യാഗം അർപ്പിക്കേണ്ടതിനും രാജാവ് പറയുകയാണ്, സ്വർഗത്തിലെ ദൈവത്തിന് സൗരഭ്യ വാസനയാകുന്ന യാഗം അർപ്പിക്കേണ്ടതിനും രാജാവിന്റെയും അവന്റെ പുത്രന്മാരുടെയും ക്ഷേമത്തിനും രാജാവിനും അവന്റെ പുത്രന്മാരുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിനും സ്വർഗത്തിലെ ദൈവത്തിന് ഹോമയാഗം കഴിപ്പാൻ അവർക്ക് ആവശ്യമുള്ള കാളക്കിടാങ്ങൾ, ആട്ടുകൊറ്റന്മാർ, കുഞ്ഞാടുകൾ, ഗോതമ്പ്, ഉപ്പ്, വീഞ്ഞ്, എണ്ണ എന്നിവയും യെരൂശലേമിലെ പുരോഹിതന്മാർ പറയും പോലെ ദിവസം പ്രതി കുറവ് കൂടാതെ കൊടുക്കേണ്ടതാകുന്നു. ആരെങ്കിലും ഈ കൽപ്പന മാറ്റിയാൽ അവന്റെ വീട്ടിലെ ഒരു ഉത്തരം വലിച്ചെടുത്ത് കാലതാമസം കൂടാതെ കൃത്യമായി ചെലവ് കൊടുക്കേണ്ടതാകണം. കൃത്യമായി, ഒരു കുറവും കൂടാതെ കൃത്യമായി. ഇതാരാ പറയുന്നത്? സ്വർഗമെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടേ ഇല്ലാത്ത ജാതീയ രാജാവ് പറയുകയാണ്, സ്വർഗത്തിൽ ദൈവമുണ്ട്, സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഞാനും എൻ്റെ മക്കളും എൻ്റെ രാജ്യവും സമാധാനവും ഐശ്വര്യവും അനുഭവിക്കുമെന്ന് ആരാ പറയുന്നത്? ഒരു ജാതീയ രാജാവ്. പ്രിയപ്പെട്ടവരെ, ദൈവസമാഗമന കൂടാരം പണിയാൻ എന്നെ നിങ്ങളെയും ഈ ഭൂമിയിലാക്കിയത് എന്തുവാണെന്നറിയാമോ? സ്വർഗത്തെ കുറിച്ചൊരു ദർശനം ഈ ലോകത്തിലെ ജാതികൾക്ക് കൊടുക്കാനാ. ഇതിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മതി. രക്ഷിക്കപ്പെട്ട നീ സ്വർഗത്തിലെ കാഴ്ചപ്പാടിലാണോ, ഈ ഭൗമിക കാഴ്ചപ്പാടിലാണോ ജീവിക്കുന്നതെന്ന് യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞതാണ്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഈ ഭൂമിയിലുള്ള ഈ സെക്കൻഡറി തിങ്സ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഈ ഭൂമിയിലുള്ള താൽക്കാലികമാകുന്ന ഈ സെക്കൻഡറി തിങ്സ് എന്തിനെ കുറിച്ചാണോ നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമില്ലാത്തത്, അതിനെയാണ് നിങ്ങൾ കാര്യമായി ഗണിക്കുന്നത്. അല്പവിശ്വാസികളെ, ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ എത്രയോ വിശേഷതയുള്ളവർ. ഈ വയലിലെ താമരയെ നോക്ക്, അതിനെ ഇത്രയും ചമയിക്കാൻ നിങ്ങളുടെ അപ്പന് കഴിയുമെങ്കിൽ നിങ്ങൾ എത്ര അധികം. യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ മുഴുവനും സ്വർഗരാജ്യത്തെ കുറിച്ചാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആ പ്രാർത്ഥനയുടെ ആദ്യത്തെ 4 കാര്യവും ഏതിനു വേണ്ടിയാ? സ്വർഗത്തിന് വേണ്ടിയാ. നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകളുടെ എല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ വേദം. എന്നെങ്കിലും നമ്മൾ സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ ഇവിടെ നടക്കണമെന്ന് ആഗ്രഹിച്ച് കുത്തിയിരുന്നു എന്ന് പ്രാർത്ഥിച്ചു. ഇതൊക്കെ ഇന്ന് ഞാൻ ഇച്ചിരി നേരം പ്രാർത്ഥിക്കാണ്ടിരിക്കുക, അത് എനിക്ക് വേണ്ടിയല്ലേ, സ്വർഗത്തിലെ എൻ്റെ അപ്പച്ചന് വേണ്ടിയാണ്. അത് സ്വർഗത്തെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടല്ലേ പറ്റുന്നത്, മനസ്സിലായി? ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, എന്റെ പൗരത്വം ഈ ഭൂമിയിലല്ല, എന്റെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം എവിടെയാ? നമ്മൾ സ്വർഗത്തിന് വേണ്ടി ഒരുക്കാൻ ദൈവം ഒന്നാമത് ഈ ഭൂമിയിൽ ഒരുക്കിയത് ഒരു സമാഗമന കൂടാരമാണ്. നമ്മുടെ 8-ാം അധ്യായത്തിലുള്ളത് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച കാര്യങ്ങളാണ്, ആവർത്തിച്ചു പറയുന്നില്ല. പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃകയിൽ തന്നെ അതിനെ ഉണ്ടാകും. കാരണം സ്വർഗീയമായ ഒരു കൂടാരമാണ്. നമ്മൾ അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ
ഒക്കെ നമ്മൾ പോയി കണ്ടു. ഏതാണ്? സ്വർഗത്തിലെ ആലയം. സ്വർഗത്തിലെ ആലയം. സ്വർഗത്തിലെ ആലയമുണ്ട്. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചാട്ടെ. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ. നാം ഈ പറയുന്നതിന്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല, കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഏത് മഹാപുരോഹിതനും വഴിപാടും യാഗവും അർപ്പിക്കുവാൻ നിയമിക്കപ്പെടുന്നു. ആകയാൽ അർപ്പിക്കുവാൻ ഇവനും വല്ലതും വേണം. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകുകയില്ലായിരുന്നു. ന്യായപ്രമാണ പ്രകാരം വഴിപാട് അർപ്പിക്കുന്നവർ ഉണ്ടല്ലോ. കൂടാരം തീർക്കുവാൻ മോശെ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിന് ദൃഷ്ടാന്തവും നിഴലുമായൊരു ശുശ്രൂഷ ചെയ്യുന്നു. അവനോ വിശേഷതയേറിയ വാക്തത്വങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകിയാൽ അതിന്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരുന്നു. 9 മുതൽ 12 വരെയുള്ള വാക്യം. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് ഇസ്രായേൽ ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല അവർ എന്റെ നിയമത്തിൽ നിലനിന്നില്ല. ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉദ്ദേശിക്കുകയില്ല. അവർ ആബാലവൃത്തം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും. അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. സഹോദരന്മാരെ, ദൈവത്തിന് സ്തോത്രം. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന കർത്താവിന്റെ അരുളപ്പാട്. എന്തുവാ ഇത് വിളിച്ചു പറയുന്നത്? നമുക്കറിയാം, സമാഗമന കൂടാരത്തിൽ 3 പ്രാകാരങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുറത്തൊരു പ്രാകാരം, അത് കഴിയുമ്പോൾ ആലയത്തിന് വിശുദ്ധ സ്ഥലമെന്നും അതിവിശുദ്ധ സ്ഥലമെന്ന് 2 പ്രത്യേക സ്ഥലങ്ങൾ. വെളിയിലത്തെ പ്രാകാരം ആ വെളിയിലത്തെ പ്രാകാരത്തിൽ ദിവസേന പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്യുക. അവിടെ പ്രധാനമായിട്ടും 2 ഉപകരണങ്ങളുണ്ട്. ഒന്ന് യാഗപീഠം, മറ്റൊന്ന് താമ്രത്തൂൺ. എന്നാൽ അതിനകത്തുള്ള മന്ദിരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ യാഗമില്ല. അവിടെ യാഗരക്തവുമില്ല, യാഗപീഠവുമില്ല, യാഗരക്തവുമില്ല. എന്നാൽ അതിൻ്റെ ഉള്ളിൽ ആ കൂടാരത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലത്ത്, അതിപരിശുദ്ധ സ്ഥലത്ത് കൃപാസനവും ദൈവത്തിന്റെ നിയമപ്പെട്ടവും 2ഉം അവിടെ ചേർന്നിരിക്കുന്ന ഒരു ഉപകരണം. അതിലാണ് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ കൊണ്ടുപോയി എന്ത് ചെയ്യുന്നത്? പാപപരിഹാരത്തിന്റെ രക്തമൊഴിക്കുന്നു. നമ്മൾ ഇതിനെക്കുറിച്ച്, യാഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു ദിവസമുണ്ട്. അന്ന് പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നു. ദിവസേന പുരോഹിതന്മാർ പോയി ശുശ്രൂഷിക്കുന്നു. ഈ ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് ഒരു ദിവസം പോലും മുടക്കം വരുത്താൻ പാടില്ല.
എല്ലാ ദിവസവും ഈ ആലയത്തിൽ ശുശ്രൂഷ. പക്ഷേ ഇവിടെ നമ്മള് ഈ മഹത്വം എന്ന് ഇസ്രായേൽ ജനം വിശ്വസിക്കുന്ന ഒന്നാമത്തെ കൂടാരത്തിൽ എത്രയോ കൂറുകളിൽ പുരോഹിതന്മാർ വരികയും മാറുകയും ചെയ്യും. എന്നാൽ സ്വർഗീയമായത് നിത്യമാണ്. അവിടെ ഒരിക്കൽ മാത്രമേ കയറാനും പ്രാപിക്കാനും അവകാശമുണ്ട്. ഇബ്രാഹിം 9-ാം അധ്യായത്തിൽ നമുക്കറിയാം. അത് വായിച്ചാട്ടെ. 9-ാം അധ്യായത്തിന്റെ 24 മുതൽ. വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായോ? വാസ്തവമായതിന്റെ പ്രതിബിംബമായതിൽ ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ പ്രവേശിക്കുന്നു. ദിവസം പ്രതി പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്തു പോരുന്നു. എന്നാൽ സ്വർഗീയമായതിലേക്ക് പ്രവേശിച്ചവൻ ആരാ? ആ സ്വർഗീയമായതിലേക്ക് പ്രവേശിക്കുവാൻ ആർക്ക് കഴിയും? മനുഷ്യന് കഴിയുമോ? സ്വർഗം പോലും തൃക്കണ്ണിൽ നിർമ്മലമല്ല എന്ന് തിരുവെടുത്ത് പറയുമ്പോൾ സ്വർഗത്തെക്കാളും ഉന്നതനല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഒരാൾക്ക് കഴിയുമോ? അപ്പൊ ഈ സ്വർഗീയ ആലയത്തിലേക്ക് ഒരിക്കലായി പ്രവേശിച്ചവന്റെ യോഗ്യത നമുക്ക് നോക്കാം. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. 7-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ. മതി. ഈ പറയുന്ന മഹാപുരോഹിതനെ കുറിച്ചാണ് പറയുന്നത്. യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ സ്വർഗ എത്ര മഹാൻ. അതിന്റെ 11-ാം വാക്യം മുതൽ വായിച്ചു. എനിക്കെല്ലാം വായിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സമയം പോകുന്നതുകൊണ്ടാണ് ആ ഭാഗത്തേക്കൊന്നും അധികം സമയം എടുക്കുക. നമ്മുടെ കർത്താവ് ഒഴിച്ചു എന്ന് സ്പഷ്ടമല്ലോ. ആ ഗോത്രത്തോടെ മോശ പൗരോഹിത്യത്തെ സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല. ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ മൽക്കീസദേക്കിന് സദൃശനായി ഇരിക്കുന്നു എങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു. ശ്രദ്ധിക്കണം. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മറ്റൊരു പൗരോഹിത്യം ഇവിടെ ഉദിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായി പറയാം. കാരണം ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിലൂടെ എല്ലാവരും വിശുദ്ധീകരിക്കപ്പെട്ടേനെ. ദിവസം പ്രതി എന്തിനാ ഇന്നലെ പാപം ചെയ്ത വ്യക്തി അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം പാപം ചെയ്ത വ്യക്തി ഈ വർഷം വന്ന് വീണ്ടും പാപം പരിഹാരം നടത്തുന്നത്? ലേവ്യ പൗരോഹിത്യത്തിനാൽ, ആ പൗരോഹിത്യ ശുശ്രൂഷകളാൽ ഒരു മനുഷ്യന് സൽഗുണപൂർത്തി വരുന്നു എങ്കിൽ ഒറ്റയാഗം കൊണ്ട് അത് ചെയ്ത് തീർന്നേനെ. എന്തുകൊണ്ട് അത് കഴിയാത്തത്? കാരണം മാനുഷിക പൗരോഹിത്യത്തിന് നമുക്ക് ചെയ്തു തരാൻ ഒരു പരിമിതിയുണ്ട്. അവിടെ വരെ അവർക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ മഹാപുരോഹിതൻ സ്വർഗത്തേക്കാൾ വലിയവനാകൊണ്ട് വായിച്ചണ്ട്. അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു. അവർ ആണകൂടാതെ പുരോഹിതന്മാരായിരുന്നു. എന്നേക്കും പുരോഹിതനെന്ന് കർത്താവ് സത്യം ചെയ്തു. അനുഭവിക്കുകയുമില്ല എന്ന് തന്നോട് അരുളി ചെയ്തവൻ ഇട്ട ആണയോടുകൂടെ തന്നെ. ആണകൂടാതെയല്ല എന്നതിന്
വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. മരണനിമിത്തം അവർക്ക് നിലനിൽക്കുവാൻ മുടക്കം വരിക കൊണ്ട് പുരോഹിതന്മാർ ആയിത്തീരുന്നവർ അനേകരാകുന്നു. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യം ഞാനിത് വായിപ്പിച്ചത് എന്താണെന്നറിയാം. എനിക്ക് വേണേ ഈ 23, 24 തുടങ്ങി പറഞ്ഞാൽ മതി. ഈ കാര്യം അങ്ങനെ തന്നെ നിങ്ങൾ ഗ്രഹിക്കേണ്ടത് ആവശ്യം. കാരണം ഇത് ഞാൻ എൻ്റെ മനസ്സിന്റെ ഐഡിയ, ചിലരാണ് പറയും ഇത് അവിടെ ആ ഒരു വാക്യം മാത്രം എടുത്തിട്ട് പറയുന്നതാണെന്ന്. അങ്ങനെയല്ല. ലേവ്യ പൗരോഹിത്യം എന്തുകൊണ്ട് മാറിപ്പോയി എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ലേവ്യ പൗരോഹിത്യം ഇന്നില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഏതെങ്കിലും ഒരു വേഷഭൂഷാദി, ഒരു വേഷം അണിഞ്ഞുകൊണ്ട് ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഈ സാധാരണ വേഷം ധരിച്ച് നിൽക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് എന്നോടൊരു മതിപ്പ് തോന്നും. എന്നാൽ ദൈവസന്നിധിയിൽ ഇല്ലാതാണ്. ഞാൻ എന്തെങ്കിലും ഒരു ഭൂമിയിൽ ഒരു പുരോഹിതൻ എന്ന് കാണിക്കേണ്ടുന്നതിന് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ദൈവത്തോട് കാണിക്കുന്ന അവിശ്വസ്തതയും അനീതിയുമാണ്. കാരണം ഭൂമിയിലാണ് ആയിരുന്നുവെങ്കിൽ അവൻ ഇന്ന് പുരോഹിതനാകില്ലായിരുന്നു. ആര്? സാക്ഷാൽ യേശുക്രിസ്തു. കാരണം എന്താണ്? ഇന്ന് മനുഷ്യൻ കൈകൊണ്ട് പണിയാത്ത സ്വർഗീയ കൂടാരത്തിലേക്ക് ഒരു മഹാപുരോഹിതൻ കയറി പ്രവേശിച്ചു. അതിന്റെ കാരണം അവൻ എന്നേക്കും ജീവിക്കുന്നവനാകൊണ്ട് അവൻ ഇനി മരിക്കേണ്ട ആവശ്യമില്ലാത്ത ദൈവപൗരോഹിത്യത്തിൽ ഒരു പുരോഹിതൻ കഴിഞ്ഞാൽ അടുത്ത പുരോഹിതനെ വേണം. കാരണം എന്താ? മരിക്കും. അപ്പൊ ഇന്നും അതേ പൗരോഹിത്യം നിലനിൽക്കുന്നു എന്ന് ആരെങ്കിലും പഠിപ്പിച്ചു കഴിഞ്ഞാൽ ദൈവത്തോട് കാണിക്കുന്ന മത്സരം എന്നല്ലാതെ മുന്നോട്ട് വരാൻ പറ്റില്ല. പണ്ട് നമ്മള് ഇങ്ങനൊക്കെ കേട്ടിരുന്നു. ആദ്യാചാരത്വം കൈക്കൊണ്ടഹറോൻ മൂശയോടും നേവം എനിക്കോട്ട് താഴ്ത്തു വരും. നമസ്കാരി ആയിക്കതു നൽകി മോശ യോഹന്നാൻ കർത്താവിൻ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. യേശു ക്രിസ്തുവിന് പൗരോഹിത്യം കൊടുക്കാൻ യോഹന്നാൻ ആരാ? എന്തു വേദവിരോധമാ പറയുന്നത്? കർത്താവ് ശിഷ്യന്മാർ കൊടുത്തെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അംഗീകരിക്കാം. പക്ഷെ ഈ പദം ഒന്ന് ചിന്തിച്ചു നോക്കി. യോഹന്നാൻ കർത്താവിൻ. ഇതിൽ പരം ദൈവത്തെ നിന്ദിക്കുവാൻ, പരിഹസിക്കാൻ വേറെ ചെയ്യണോ? മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ജീവിക്കുന്ന മഹാപുരോഹിതനെ സ്വർഗം നമുക്ക് നൽകിയിരിക്കെ അവനെ കുറിച്ച് പറയുന്നത് അവൻ സ്വർഗത്തെക്കാട്ടിലും ഉന്നതനെന്നാണ്. വായിച്ചു നോക്കുന്നത് എല്ലാം വായിപ്പിക്കാൻ എനിക്ക് സമയമില്ല. ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനെ നമുക്ക് വേണ്ടുന്നത് അതൊന്ന് വായിച്ചേ. ആ ഭാഗം ഒന്ന് വായിച്ചേ. 24 വായിച്ചോ. ഇങ്ങനെയുള്ള മഹാപുരോഹിതനുകളോ നമുക്ക് വേണ്ടിയത്? പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ഈ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവന് 26 സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവന് മനുഷ്യന് പൗരോഹിത്യം കൊടുക്കാൻ പറ്റുമോ? യോഹന്നാന് സ്വർഗീയ ആലയത്തിൽ പ്രവേശിക്കാൻ പറ്റുമോ? യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ സ്വർഗത്തിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ കുഞ്ഞാട് അറുക്കപ്പെട്ടവനായി നിൽക്കുന്നത് കണ്ടു. പുസ്തകം വാങ്ങുവാനോ അതിന് മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായി ആരുള്ളൂ എന്നൊരു അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശബ്ദം കേട്ടു. അപ്പോൾ യോഹന്നാൻ ഏറ്റവും കരഞ്ഞു. യോഗ്യനായി ആരെയും കണ്ടില്ല. അങ്ങനെയുണ്ടെങ്കിൽ പൗരോഹിത്യം കൊടുക്കാൻ യോഹന്നാൻ മിടുക്കനായിരുന്നെങ്കിൽ യോഹന്നാൻ സ്നാപകൻ വന്ന് യേശുക്രിസ്തുവിന് ഞാൻ ഇവിടെ പൗരോഹിത്യം തന്നത് ചെല്ലടാ വാങ്ങിക്കടാന്ന് പറയാൻ പറ്റില്ലായിരുന്നോ? നിങ്ങളുടെ ഭോഷ്കു കൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിലെ സത്യങ്ങളെ അടച്ചു വെക്കാൻ പറ്റത്തില്ല.
നിങ്ങൾക്ക് വേണേ നിങ്ങളുടെ കൊച്ചു കണ്ണ് അടച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇരുട്ടാന്ന് പറയാം. പക്ഷെ വെളിയിലുള്ളവരെല്ലാം വെളിച്ചം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ. അവനെ ശ്രേഷ്ഠനാക്കിയതിന്റെ കാര്യം നമുക്കറിയണ്ടേ? അവനെ ശ്രേഷ്ഠനാക്കിയതിന്റെ കാര്യം എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-10. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സകലത്തിനും ലാക്കും മരണമില്ലാത്തവൻ ദൂതന്മാരെക്കാട്ടിൽ അല്പമൊന്ന് സ്വയം താഴ്ത്തി മരണം അനുഭവിച്ചതുകൊണ്ട് ദൈവം അവനെ എന്ത് ചെയ്തു? മഹത്വവും ഏറ്റവും ഉയർത്തി. ഇതന്നെ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നത് കൊണ്ട് ദൈവം അവനെ ഉയർത്തി എല്ലാ നാമത്തിനും മേലായ നാമം നൽകി. He is the most highly glorified high priest. സ്വർഗ്ഗത്തിന്റെ ആലയത്തിൽ ഇന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി അവിടെ നിൽക്കുന്ന ഒരു മഹാപുരോഹിതനുണ്ട്. ദൈവത്തിന് സ്തോത്രം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ, ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ശ്രദ്ധിക്കണം. യോഹന്നാൻ പാപത്തെ ചുമന്നൊടിച്ചില്ല. യോഹന്നാൻ മരണത്തെ ജയിച്ചില്ല. യോഹന്നാൻ മരണത്തെ നീക്കിയില്ല. ഇവനോ കഷ്ടം അനുഭവിക്കാൻ പിതാവായ ദൈവം അവനെ ഏൽപ്പിച്ചത് എന്തിനാണെന്നറിയാമോ? ഈ മാനവരാശി മനുഷ്യൻ പാപത്തിന്റെ എന്താ പറയുന്നത് അടിമത്വത്തിൽ ബന്ധിക്കപ്പെട്ടവരായതുകൊണ്ട് യേശു ക്രിസ്തുവിനെ നമ്മെ പോലെയുള്ള കഷ്ടതകളിൽ തികഞ്ഞവനാക്കിയിട്ട് ആ മരണം അനുഭവിച്ചവനാക്കിയിട്ട് നമ്മളെ മരണത്തിൽ നിന്ന് വിടുവിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഈ മഹാപുരോഹിതനെ അയച്ചത്. സ്വർഗ്ഗം അഭിഷേകം ചെയ്തയച്ചതാ. എന്നിട്ട് വായിച്ചേ, ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത പുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ അവൻ ആവശ്യമായി. നിങ്ങൾക്ക് മനസ്സിലായോ? യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം സ്വർഗം ഡിസൈൻ ചെയ്ത പൗരോഹിത്യമാ. താൻ ജനിക്കും മുമ്പ് തന്നെ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു മഹാപുരോഹിതനെ കുറിച്ച്, ആ പൗരോഹിത്യത്തെ കുറിച്ച് അബ്രഹാമിന് ദൈവം ബോധ്യം കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് താൻ യുദ്ധം ജയിച്ച് മടങ്ങി വരുമ്പോൾ അബ്രഹാം ആ മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തത്. ആ ക്രമപ്രകാരം പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഒരു വിധത്തിൽ ലേവിയും മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തിട്ടുണ്ട്. അതുവഴി ലേവിയ പൗരോഹിത്യത്തെക്കാൾ ഉന്നതമായ പൗരോഹിത്യം മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം നമുക്ക് വേണ്ടി വന്നിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യമാണെന്ന് ഇത് അസന്നിഗ്ധമായിട്ട് നമുക്ക് ഉറപ്പു തരികയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, 10-ാം അധ്യായത്തിലേക്ക് നിങ്ങളൊന്ന് വന്നാട്ടെ. അതിന്റെ 11 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങൾ. അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും
ഉം. എന്നരുളി ചെയ്തു. ഉം. എന്നാൽ ഇവയുടെ മോചനം ഉള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇവയുടെ മോചനമുള്ളിടത്ത് ഇനി പാപങ്ങൾക്ക് വേണ്ടി, കാരണം അവൻ ഒരിക്കൽ കഴിച്ച തന്റെ എന്ന ദൈവവചനം ഉറപ്പ് തരുതായിട്ട് വായിച്ചേ. അതുകൊണ്ട് സഹോദരന്മാരെ, ആ യേശു തന്റെ ദേഹമെന്ന നാം ദുർമനസ്സാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തിരിക്കുക. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാ. ഞാനിവിടെ പറയുന്നത് എന്താണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? യേശു ക്രിസ്തു തന്റെ ശരീരം എന്ന തിരശീല മുറിച്ചത് വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമാഗമന കൂടാരത്തെ ഒന്ന് കാണുക. ഇന്ന് അതിന് ചാർട്ടിടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ആ സമാഗമന കൂടാരത്തെ നിങ്ങൾ ഒന്ന് നോക്കുക. നോക്കുമ്പോൾ ഓരോ അറകളിലേക്ക് പ്രവേശിക്കുമ്പോഴും അവിടെ ഒരു തിരശീലയുണ്ട്. ഈ തിരശീലയുടെ അകത്തേക്കാണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് പ്രവേശിക്കേണ്ടത്. അവിടെ എല്ലാവർക്കും പ്രവേശനമില്ല. ഓരോ വാതിലുകളിൽ ചെല്ലുമ്പോഴും ആ വാതിലുകളിൽ ആർക്കാണ് പ്രവേശിക്കാനായിട്ട് അനുമതിയുള്ളത് അവർക്ക് മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയത്തുള്ളൂ. 24 സങ്കീർത്തനത്തിൽ പറയുന്നു, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൽ രാജാവ് പ്രവേശിക്കട്ടെ. അത് ഏത് ആലയത്തെ കുറിച്ചാണ്? സ്വർഗീയ ആലയത്തിലേക്ക് അവൻ പ്രവേശിച്ചതിനെ കുറിച്ചാണ് നമ്മളവിടെ വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 19 വായിച്ചാണ്. 10:19. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരുശീലയും കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച് ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്റെ ഒരു അത് എന്തുകൊണ്ട് മനസ്സിലായോ? ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കൊരു വഴി തുറന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാണ്? ഈ തിരശീല ദൈവം മാറ്റിയെന്നാണ്. യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ മരണം നടന്നപ്പോൾ ദേവാലയത്തിന്റെ തിരശീല മുകൾ തൊട്ട് അടിവരെ രണ്ടായി ചെയ്തു. ഇതിന്റെ അർത്ഥം എന്തുവാ? ഇനിയും ആ വഴിയിലൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് യാതൊരു തടസ്സവും ഇല്ല. ദൈവത്തിന് സ്തോത്രം. ആ 12-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. എബ്രായർ 12:14 മുതൽ എന്ന് വായിച്ചു. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കുന്നു. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കൈക്കുള്ള നിങ്ങൾ ശ്രദ്ധിച്ചോ? മുളച്ച് കടക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയി തീരുകയും ചെയ്യാതിരിക്കുവാൻ കരുതിക്കൊള്ളുകയും. ഇവിടെ എന്ത് പറയുന്നത്? ഒരിക്കൽ മാത്രമായിട്ട് ഒരു മഹാപുരോഹിതൻ ചെയ്ത ഒരു ശുശ്രൂഷയുടെ ഭാഗമായി ജീവിക്കുന്നവർ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. നിഴലിലായിരുന്നപ്പോൾ നിങ്ങൾക്ക് പല അവസരങ്ങൾ കിട്ടും. പക്ഷേ ഒരേ മഹാപുരോഹിതൻ, ഒരേ ആലയം, അത് ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ആലയമായി ഇരിക്കുമ്പോൾ നിങ്ങൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. ഏശാവിന് ഒരു ചാൻസ് കിട്ടി, ആ കിട്ടിയ ചാൻസ് അവൻ അലക്ഷ്യമാക്കി കളഞ്ഞു. അതോട്ട് വായിച്ചേ. അവൻ ഇന്നത്തേതിന് അനുഗ്രഹം ലഭിക്കുവാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു. മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. സ്ഥൂലമായതും തീ കത്തുന്നതുമായ ഇവിടെ ശ്രദ്ധിക്കണേ, ആ വാക്യം നിങ്ങൾ നോട്ട് ചെയ്തതാണ്. സ്ഥൂലമായതും പർവ്വതത്തിനും മേഘതമസ്, ഉരുളിട്ട്, കൊടുങ്കാറ്റ്, വാമനനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ ആളല്ലല്ലോ
ആ, ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് നിങ്ങൾ പറയുന്നു മനസ്സിലാക്കണം, അപേക്ഷിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണം. സ്വർഗീയ ആലയത്തിലേക്ക് വരുന്നതും ഈ ഭൂമിയിലുള്ള ആലയത്തിലേക്ക് ചെല്ലുന്ന അനുഭവം തമ്മിൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അതിന്റെ വ്യത്യാസം കാണിച്ചിരിക്കുകയാണ്. ഭൂമിയിലുള്ള ഹലോ ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നു. നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ, വളരെ ഗൗരവമായ ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഈ സന്ദേശത്തിനകത്തെ കാതലായ കാര്യമാണ്. വളരെ ജാഗ്രതയോടെ നിങ്ങൾ കേൾക്കണം. സ്ഥൂലമായതും തീ കത്തുന്നതും മിന്നലും ഭൂകമ്പവും ഇടിനാദും ഒക്കെ കേൾക്കുന്ന ഗംഭീര സ്വരത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് യഹോവയായ ദൈവം അരുളി ചെയ്യുമ്പോൾ ആ ശബ്ദത്തിന്റെ ധ്വനി എന്തുവായിരുന്നു? ദൈവം അരുളി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭൂമി കുലുങ്ങാൻ തുടങ്ങി. ഗംഭീരനാദം, കാഹളത്തിന്റെ ശബ്ദം, മിന്നൽ പോലെ എന്തൊക്കെയോ അവിടെ തീ ഇറങ്ങി പുകഞ്ഞ് ആകപ്പാടെ മൊത്തത്തിൽ ജനം പരിഭ്രമമാത്രരായി മാറുന്ന ഒരു സംഭവം. ഉടനെ അവർ പറയുകയാണ്, മോശെ ദയവ് ചെയ്ത് ദൈവം ഈ ശബ്ദം ഇനി ഞങ്ങളോട് പറയണ്ട, നീ ദൈവത്തിൽ നിന്ന് കേട്ടിട്ട് ഞങ്ങളോട് പറഞ്ഞാ മതി. കാരണം ഈ ശബ്ദം കേട്ടാൽ ഞങ്ങൾ ജീവിച്ചിരിക്കത്തില്ല, മരിച്ചു പോകും. നിങ്ങൾ ഇതിനകത്തുനിന്ന് ഒരു ശകലം തീപ്പരി പോലെ ശബ്ദം കേട്ടപ്പോ നിങ്ങൾ പറഞ്ഞു, അയ്യോ പറ്റുന്നില്ല. ഒരു പക്ഷെ ഇത് കേൾപ്പിക്കാനായിരിക്കും ദൈവം തമ്പുരാൻ അങ്ങനെ അനുവദിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ അവിടെ തീ കത്തുന്ന സന്ദർഭത്തിൽ നിങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. കാലേ കൂടെ പെരുപ്പ്, തലയ്ക്കകത്ത് ആകപ്പാടെ പെരുപ്പ്, മൊത്തത്തിൽ ചെവിക്കകത്ത് മുഴക്കം, എന്തുവാ സംഭവിക്കുന്നെന്ന് അറിയത്തില്ല. ഈ പറയുന്ന ശബ്ദം ഇനിയും കേട്ടോണ്ടിരുന്നാൽ തന്നെ ഷോക്ക് അടിച്ച് തീരും. അപ്പൊ പറയുവാ, ദൈവമേ നീ ഞങ്ങളോട് സംസാരിക്കണ്ട, ഈ ശബ്ദം താങ്ങാനുള്ള ശേഷി ഞങ്ങൾക്ക് ഇല്ല. ഇവിടെ പൗലോസ് എന്താ പറയുന്നത്? ഈ നാദത്തിന്റെ അടുക്കലേക്കല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ ശബ്ദത്തിന്റെ അടുക്കലേക്ക് ഒന്നുകൂടെ വായിച്ചത്. പലപ്പോഴും നമ്മൾ ഇന്നുവരെ കേട്ടേക്കുന്നത് ഈ ശബ്ദത്തിന്റെ അടുക്കലേക്കാണ് നമ്മൾ വരുന്നത്, അല്ലെ? പലരും ഈ അല്ലല്ലോ എന്നുള്ളത് ഓർക്കാറില്ല. ഇവിടെയാണ് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയുടെ താക്കോൽ ഞാൻ ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആ ഭയങ്കരമായ തീയുടെ നടുവിൽ വന്ന് ദൈവം സംസാരിച്ച് ആ തീയുടെ മുൻപിലേക്കല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. ഇങ്ങനെ പറയാനൊരു കാരണം എന്താണ്? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് മറുരൂപ മലയിൽ ഒരു ശബ്ദമുണ്ടായപ്പോൾ അവിടെയും ഈ ദൈവത്തിന്റെ മേഘം ഇറങ്ങി, ദൈവത്തിന്റെ ഗംഭീര ശബ്ദം അവർ കേട്ടു. പക്ഷേ അവിടെ അവർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നമുക്ക് ഇവിടെ തന്നെ 3 കുടിലം കിട്ടാം, ഞങ്ങൾക്ക് ഈ ശബ്ദം അങ്ങ് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണ്ട, ഞങ്ങൾക്ക് ഇച്ചിരൂടെ കേൾക്കണം. നിങ്ങൾക്ക് ഇതിന്റെ വ്യത്യാസം മനസ്സിലായോ? എന്താ കാരണം? ഇവിടെ എന്തുകൊണ്ടാ ഇവർ പേടിക്കാഞ്ഞത്? കർത്താവ്
അവര് ആ ശബ്ദവും കാര്യവും കണ്ട് ആകെപ്പാടെ പരവശരായി എന്തുവാ സംഭവിച്ചത് ഒന്നും അവര് അറിഞ്ഞില്ല. ഇതെല്ലാം കഴിയുമ്പോൾ കർത്താവ് അവരുടെ അടുക്കൽ നിന്ന് തൊട്ടുകൊണ്ട് ഭയപ്പെടണ്ട, എഴുന്നേൽപ്പിൻ. എന്തുവാ അതിന് കാരണം? നിങ്ങളെ വിശുദ്ധീകരിക്കുവാനുള്ള മഹാപുരോഹിതനായ ഞാൻ നിങ്ങളുടെ നടുവിൽ ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് സമാധാനമുണ്ട്. ഇനി നിങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടി മറുവിലയായി ജീവൻ കൊടുത്ത് നിങ്ങളെ വീണ്ടെടുത്ത് സ്വർഗത്തിൽ എന്റെ പിതാവിന്റെ മുൻപിൽ മഹിമാസനത്തിൽ കൊണ്ടു നിർത്തുവാനുള്ളവൻ ഞാനാണ്. ഞാൻ വിശ്വസ്തനാണ്. ഈ എന്റെ പുത്രൻ വിശ്വസ്തനാണ്. നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇവന് ചെയ്യപ്പെടുന്നു. സ്വർഗത്തിലേക്ക് നമ്മളെ ഒരുക്കുവാൻ യേശു ക്രിസ്തുവിന്റെ വചനത്തിന് മാത്രമേ കഴിയുന്നുള്ളൂ. യേശു ക്രിസ്തുവിന്റെ വചനം ഏത് ഭീതിജനകമായ സാഹചര്യത്തിൽ നമ്മൾ ആയിരുന്നാലും ആ ഭയത്തിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന ഏറ്റവും ശക്തമായ ഒരു സാന്നിധ്യം, സഹായം ഈ മഹാപുരോഹിതനാണ് നമുക്ക് നൽകുന്നത്. ഈ സമാഗമന കൂടാരത്തിലെ ഒരു രഹസ്യം ഇന്ന് നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ ക്ലാസ്സിൽ ഞാൻ തരികയാണ്. അതിപരിശുദ്ധമായ സ്ഥലത്തേക്ക് കടന്നു പോകുന്ന മഹാപുരോഹിതനോട് ചോദിക്കുക, മഹാപുരോഹിത, അവിടെ ആരെങ്കിലും നിന്നാൽ മരിക്കുമ്പോൾ മഹാപുരോഹിതൻ എന്ത് പറയും? എന്ത് പറയും? പറ. എന്ത് പറ? ഒന്നുമില്ല ഉത്തരം. നിശ്ചയമായും മരിക്കും, നിശ്ചയമായി മരിക്കും. എന്നിട്ട് മഹാപുരോഹിത, നിങ്ങൾ എന്താ മരിക്കാത്തത്? എന്തേ മഹാപുരോഹിത നിങ്ങൾ മരിക്കാത്തത്? ഹല്ലേലൂയ. അവന്റെ കയ്യിലിരിക്കുന്ന പാത്രവും അതിലിരിക്കുന്ന രക്തവും അവൻ അവിടെ നിന്ന് വിളിച്ചു പറയും, ഇതെന്റെ കയ്യിൽ നിന്ന് ഇത് ഞാൻ കൈവിട്ട് കഴിഞ്ഞാൽ ഞാൻ സാധാരണ ജഡമായി മനുഷ്യനായി മാറും. അവിടെ എനിക്ക് താങ്ങുവാൻ കഴിയുന്നതൊന്നും പിന്നെ എന്നിൽ ശേഷിക്കുന്നില്ല. ഞാൻ ഈ സ്വർഗസ്ഥലത്ത്, സ്വർഗതുല്യമായ പരിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് ഒന്നുകൊണ്ട് മാത്രമാണ്. എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു മഹാപുരോഹിതൻ പിതാവിന്റെ സന്നിധിയിലുണ്ട്. ഐ ഹാവ് എ അഡ്വക്കേറ്റ്. എനിക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്, എനിക്കൊരു മീഡിയേറ്റർ ഉണ്ട്, എനിക്കൊരു ഹൈ പ്രീസ്റ്റ് ഉണ്ട്. ദൈവത്തിനും എനിക്കും തമ്മിൽ ഇടയിൽ നിൽക്കുവാൻ എനിക്കൊരാളുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് മഹാപുരോഹിതന്റെ പുരോഹിതന്റെ ദൗത്യം. ആമേൻ. അവന്റെ ശരീരമെന്ന ആലയത്തെ അവൻ കീറി മുറിച്ച് യാഗമാക്കിക്കൊണ്ട് അവൻ കാൽവറിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വന്തം ശരീരത്തെ യാഗമാക്കിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലുവാനുള്ള പുതുവഴി ഒരുക്കി തന്നവനാണ്. ഇന്നെന്തുകൊണ്ട് നാം ഇത്രയും ഇമ്പമായൊരു ശബ്ദം കേൾക്കുന്നു? സ്വർഗത്തിൽ ഇന്ന് നമുക്കൊരു പിതാവുണ്ട്. ഇന്നലെ ഗംഭീരനാദത്തോടെ, ഇന്നലെ ഗംഭീര ശബ്ദത്തോടെ മുഴങ്ങിയ ദൈവം ഇന്ന് നമ്മുടെ അപ്പനാണ്, നമ്മുടെ പിതാവാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ ദൈവം അധികാരം തന്നു. ഇത് അവൻ നൽകിയ ഉപദേശമാണ്, അവന്റെ സുവിശേഷം നൽകിയ ഉറപ്പാണ്. ഈ ഉറപ്പിൽ വിശ്വസിക്കുന്ന ഒരുത്തൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് അവനിൽ വിശ്വസിക്കുന്നവന് മരണം ആസ്വദിക്കേണ്ടി വരികയില്ല. Why? Because ഈ ഹൈ പ്രീസ്റ്റ് അവനോടൊപ്പമുണ്ട്. ആ ഹൈ പ്രീസ്റ്റ് അവനൊരു നിഴലാണ്. ആമേൻ. സ്തോത്രം. എന്റെ മഹാപുരോഹിതൻ ഈ ഭൂമിയിലെ ഒരു ആലയത്തിലും അല്ല പ്രവേശിച്ചത്. എന്റെ മഹാപുരോഹിതൻ സ്വർഗത്തിലെ ആലയത്തിലാ പ്രവേശിച്ചത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെ വായിച്ച് എന്നോട് അവസാനിപ്പിക്കുകയാണ്. ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചു കൊടുക്കുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല,
പരീക്ഷിക്കപ്പെട്ടെന്നത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തിയെത്തുക. ധൈര്യത്തോടെ എവിടെ? ഉപാസനത്തിന് കൃപാസനം എവിടെ ഇരിക്കുന്നത്? അതിവിശുദ്ധ സ്ഥലത്ത്. അവിടെ ഒരു യഹൂദന് കയറി ചെല്ലാനുള്ള ധൈര്യമുണ്ടോ? ഇല്ല. യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവത്തിന് ഈ ഉറപ്പ് തരികയാണ്, എന്തുകൊണ്ട് നീ സ്വർഗത്തിൽ പോകും? നീ ഭൂമിയിലായിരിക്കുമ്പോൾ സ്വർഗത്തിൽ ഇരിക്കുന്ന മഹാപുരോഹിതന്റെ ശുശ്രൂഷയെ സ്വീകരിച്ചതുകൊണ്ട്, നീ അവനിൽ വിശ്വസിച്ചതുകൊണ്ട്, നീ അവനിൽ ഉറപ്പുള്ളവനായതുകൊണ്ട്, നീ അവനിൽ സംശയമില്ലാത്ത വ്യക്തിയായതുകൊണ്ട്, നീ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ പാപം അവനോട് ഏറ്റുപറയുമ്പോൾ നിനക്ക് സഹായം തരുന്നത് കൊണ്ട്, നിനക്ക് കരുണ ലഭിക്കുന്നത് കൊണ്ട്, നിനക്ക് കൃപ നൽകുന്നത് കൊണ്ട്, നിന്റെ ജീവിതത്തിന്റെ ബലഹീനതയ്ക്ക് അവൻ തുണ നിൽക്കുന്നത് കൊണ്ട്, കുഞ്ഞ് നിനക്ക് അടുത്ത് കൃപാസനത്തേക്ക് വരാം. ആമേൻ. സ്തോത്രം. അവനെ വിട്ട് ഓടാനല്ല അവൻ വിളിക്കുന്നത്, അവന്റെ അടുക്കിലേക്ക് വരാനാണ് വിളിക്കുന്നത്. കാരണം നിന്നെ സഹായിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. അവനെ നീ അനുഭവിച്ച എല്ലാ കഷ്ടതകളും അവൻ അനുഭവിച്ചു. നീ അനുഭവിച്ച എല്ലാ വേദനകളിലും അവൻ തുല്യ അനുഭവസ്ഥനായി വേദനകളിലൂടെ, അവൻ നിന്ദകളിലൂടെ, പരിഹാസങ്ങളിലൂടെ, കഷ്ടതയിലൂടെ, ഒറ്റപ്പെടലിലൂടെ, ക്രൂശിലൂടെ, എല്ലാ ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടതയും അനുഭവിച്ചവനായി അവൻ നിനക്ക് വേണ്ടി എല്ലാ വേദനകളും അനുഭവിച്ചവനായി നിനക്ക് മുൻപിൽ കടന്നുപോയവൻ. സ്വർഗത്തിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, ഈ സമാഗമന കൂടാരത്തിന്റെ പഠനം നമ്മൾ ഓരോ ഭാഗങ്ങളും ഇനി അടുത്ത സമയങ്ങളിൽ പഠിക്കും. പക്ഷെ ഒരു ലക്ഷ്യം നമുക്കുണ്ടാകണം. സ്വർഗത്തിൽ ഒരു കറയുമില്ലാത്തവരായി നമ്മളെ കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ള ലക്ഷ്യമാണ് അന്ന് സമാഗമന കൂടാരത്തിൽ ഉണ്ടായിരുന്നത്, യേശുക്രിസ്തുവിനുണ്ടായിരുന്നത്, അപ്പോസ്തലന്മാർക്ക് ഉണ്ടായിരുന്നത്, ഈ തിരുവെഴുത്തിലുള്ളത് അല്ല നമുക്കുണ്ടായിരിക്കേണ്ടുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. ദൈവത്തിന്റെ സമാഗമന കൂടാരത്തിന്റെ പഠനം എന്ന് പറയുന്നത് അത് നമ്മളെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്കും നീതിയിൽ നിന്ന് നീതിയിലേക്കും ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ സ്വർഗീയമായ അനുഭവങ്ങളിലേക്കും വഴി നടത്തുവാൻ പര്യാപ്തമായി തീരട്ടെ. അതിന് സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.